ഇന്നെൻ്റെ അമ്മാമ്മ വീട്ടിൽ നിന്ന് കുറച്ച് അമ്പഴങ്ങ ഉണ്ടെന്നേ. അപ്പം അതും കൊഴുവയും കൂടി വെച്ച കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ. അമ്പഴങ്ങയൊക്കെ തിന്ന കാലം മറന്നു. പണ്ടൊക്കെ എവിടെയെങ്കിലും ഒരു മരം ഇതിൻ്റെ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴൊന്നും കാണാനേ ഇല്ല. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ കുറച്ച് ചൂട് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ചെറിയുള്ളിയും ഇഞ്ചി ഇച്ചിരിയും കൂടെ ചതച്ചിട്ട് ഒരു കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് വേപ്പിലയൊക്കെ ഇട്ടേക്കാണ്. ഇപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇനി തേങ്ങ നല്ല മഷിപ്പരുവത്തിൽ അരച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് വെള്ളം കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ താരം അമ്പഴങ്ങ നല്ല മുറിച്ച് വൃത്തിയാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നല്ല ചെറിയ കൊഴുവയാണ് നമുക്ക് കിട്ടിയത്. നല്ലോണം കഴുകി വൃത്തിയാക്കി പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി വിയേർഡായിട്ട് തോന്നും. പക്ഷേ എനിക്കിത് നല്ല പൂ പോലത്തെ ഇഡ്ഡലീൻ്റെ കൂടെ കഴിക്കാനാണ് തോന്നിയത്. അപ്പം ഞാൻ ഇഡ്ഡലീൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാണ്. ഒന്നും പറയാനില്ല, ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.